Dear students, we have completed 100 days of online classes. The system of online classes has been a novel experience, both for the educators and for the learners. Perhaps yours is the first batch of students for whom teaching meant only online teaching. And most probably, yours will be the last batch to have this experience. I understand that as part of our celebration of 100 days of online teaching, you are being given an opportunity to share your experiences with others relating to online teaching. I'm sure this will be a very interesting program, and I hope or I expect my students to take active participation in the program. What you are supposed to do is, you record, either you can make video recording or audio recording of your experiences, your views, or in short, everything relating to online teaching which you feel will be of interest to others. Then send it to your teachers, who in turn will share it with the rest of the students through the YouTube. My role is confined to the formal inauguration of this particular program. I am extremely happy to do it, hoping that this would turn out to be a wonderful program. Thank you and best wishes. Hi guys, good morning to everyone. I hope you all are fine and safe. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ അറിയോ? We have completed 100 days in our online class. നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 100 ദിവസം കഴിയാണ്. ഈ ഒരു 100 ദിവസത്തിൽ പലർക്കും പല എക്സ്പീരിയൻസ് ആവും. ചിലർക്ക് ബോറിംഗ്, ചിലർക്ക് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങൾക്ക് 10th ആയതുകൊണ്ട് കുറച്ച് ദിവസം മുന്നേ, ജൂൺ 1 അല്ല, കുറച്ച് ദിവസം മുന്നേ തന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പോൾ പക്ഷെ ജൂൺ 1 തീയതി എല്ലാവർക്കും ഉള്ള പോലെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് തുടങ്ങിയത്. അന്ന് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന പോലെ അന്ന് അറ്റൻഡൻസ് എടുത്തത് ഫസ്റ്റ് സലാഹുദ്ദീൻ സാറിന്റെ സെൽഫി അയച്ചിരുന്നു. ഞങ്ങൾ ഓരോരുത്തരായിട്ട് അയച്ചെടുത്ത് അങ്ങനെയാണ് അറ്റൻഡൻസ് എടുത്തത്. പിന്നെ ഓരോരുത്തർ തൈയൊക്കെ വെച്ച് എല്ലാവരും തൈയൊക്കെ വെച്ച്, പിന്നെ വീട്ടിലുള്ള സ്വീറ്റ്സ് ഒക്കെ ഷെയർ ചെയ്ത്, പിന്നെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും വെക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സിനുള്ള രണ്ട് മെറിറ്റ്സ്. ഒന്ന്, KG സെക്ഷനിലുള്ള സ്റ്റുഡൻസിന് കരയേണ്ട ആവശ്യമില്ല. കാരണം വീട്ടിൽ തന്നെ അവർ പാരൻസിൻ്റെ കൂടെ, സാധാരണ കുട്ടികൾ പാരൻസിനെ വിട്ട് പോരുമ്പോഴാണല്ലോ കരയുക. അതില്ല. പാരൻസ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്, എന്നാലും ഇങ്ങനെ ഇതിൽ പോവും. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടി കിട്ടില്ല, ശരിയല്ലേ? കാരണം ഡോട്ട് കംപ്ലീറ്റ് ആക്കാതിരിക്കുക, എക്സാമിന് മാർക്കൊക്കെ കുറഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സ് വിളിച്ച് ചീത്ത പറഞ്ഞൊക്കെ വരും, എന്നാലും അടി കിട്ടൂല. അങ്ങനെ രണ്ട് മെറിറ്റ്സ്. പക്ഷെ ഡിമെറിറ്റ്സ് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഒന്ന് പഠിത്തം നീങ്ങണില്ല, നോട്ട് കംപ്ലീറ്റ് ആണ്, നല്ലോണം മടിയുണ്ട്. ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ആ ഒരു ഇതിൽ ടീച്ചേഴ്സിനെ പഠിച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോഴൊക്കെ അത് പെട്ടെന്ന് തീർക്കും, പഠിത്തം നോട്ടൊക്കെ. പക്ഷെ ഇപ്പം അതൊന്നും ആവണില്ല. പിന്നെ ഇപ്പൊ എൻ്റെ ക്ലാസ്സിൽ ഒരു 4-5 പേര് സ്പെക്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറക്കുമ്പോഴത്തേന് മിക്കവാറും അതിൻ്റെ എണ്ണം കൂടും. കാരണം ഫുൾ ടൈം ഈ ഫോണൊക്കെ നോക്കിയിട്ടാണ് ക്ലാസ്സിന് പുറമെ പിന്നെ നോട്ട് എഴുതാന്, പിന്നെ നമ്മൾ ഈ ക്ലാസ് അല്ലാത്തതിന് ഫോൺ എടുക്കുമ്പോഴൊക്കെ അങ്ങനെ നോക്കിയിട്ട് തലവേദന നല്ലോണം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ മിക്കവാറും സ്പെക്സ് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് പോകും. പിന്നെ നമ്മളോട് പറയുന്നു ഈ 4 ചുവര്, ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരിക്കലും ഒതുങ്ങിക്കൂടരുത്. പക്ഷെ ആ ഒരു 4 ചുവരുകൾക്കുള്ളിലെങ്കിലും എത്തിയതെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. We even miss our haters, right? നമ്മൾ വെറുക്കുന്നവരെ പോലും ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ആരും കിട്ടാനില്ല, വീട്ടിലുള്ളവർ മാത്രമാണ് എന്നും കാണുന്നത്. ക്ലാസ് ആകുമ്പോഴും ഇപ്പൊ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, 10th എല്ലാവർക്കും ഒരു മീറ്റിംഗ് ഉണ്ടായപ്പോൾ അന്ന് എല്ലാവരും 1-2 പേര് ഒഴികെ ബാക്കി എല്ലാവരും കാണാൻ പറ്റി. സൂമിലായിരുന്നു. പിന്നെ ഫ്രണ്ട്സിനെ, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി വാട്സപ്പിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യും, അങ്ങനെ കാണും. എല്ലാവരും ഭയങ്കര മിസ്സിങ് ആണ്. അല്ലാതെ ടീച്ചേഴ്സിനായാലും ക്ലാസ് റൂം ആയാലും ആ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അതൊക്കെ ഒരു
ഇങ്ങനെ ഞങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഒരു പെൺകുട്ടി അവള് വീട്ടിലിരുന്ന് അവളെ പഠിപ്പിച്ചെടുക്കുന്ന റോബോട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടിയാണ് പഠിക്കുന്നത്. പക്ഷെ ആ ഒരു സിറ്റുവേഷന് ഇത്ര പെട്ടെന്ന് നമുക്ക് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. റോബോട്ട് അല്ലെങ്കിൽ കൂടിയും ഈ ഫോണിൽ കൂടെയുള്ള പഠിത്തമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് പോണത്. സ്കൂൾ അതോറിറ്റീസും പിന്നെ അതൊക്കെ ടീച്ചേഴ്സൊക്കെ നല്ലോണം നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. കാരണം ഓരോ സ്പെഷ്യൽ ഡേയ്സിലുള്ള പ്രോഗ്രാംസ്, പിന്നെ എക്സാം, പഠിത്തമൊക്കെ നമ്മുടെ ഇതിന് ചോദിച്ച് ഓരോ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കണ്ടെത്തിയിട്ട് അവർ ഓരോ നടത്തുന്നുണ്ട്. എന്നാലും നമ്മൾ അതിന് കൂടുതലായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ഓരോന്നിന് ഇങ്ങനൊക്കെ ആയി പോയി. ഇപ്രാവശ്യം ആർട്സ്, സ്പോർട്സ്, സെൻഡ് ഓഫ്, ടൂർ ഒന്നും ഉണ്ടാവും ഉറപ്പില്ല. ഇൻഷാ അല്ലാ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇനിയും കാണണം. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ ആൻഡ് മിസ് യു ഓൾ. Your greatest resource is your time. So right now, we all know that we are going through a pandemic which takes many lives of the people all over the world. According to Margaret Peter says that the time has a wonderful way of showing what really matters. Here once again, we came to know what are the needs and dreams of human beings. Nature regain its health when we are locked in our homes. So friends, my name is Shadia. I am studying in 9th standard at Al-Huda Central School, Kadambura. Today I am going to talk about my concerns about the online classes, the big change occurring these days. But before that, the first thought came into my mind that the chapter I studied in my English textbook, The Fun They Had, it was written by Isaac Asimov. It is not only a fiction, but it was becoming more and more truthful in these days. The story was starting in 2157. Two children named Margie and Tommy find a real book tucked away in Margie's attic. They were surprised to see that book. Margie and Tommy lived in a world dominated by telebooks and mechanical teachers, whereas this book is printed on a paper rather than a screen. So the book is unusual to them. This fiction is telling that the day by day increasing of technology, we will gradually end up to this situation. But the spontaneous outburst of COVID-19 made us a sudden step to this era. So the rest of the story is knowing about the value of schools through that old one book. They were aware of school things in the past while they were dealing with mechanical teachers and telebooks. At last, Margie's mind wandered off to fantasize about the past when the children had fun at schools together. So in this story, we can understand that the school has its own specialities and the classes we have now has its own characteristics. So next, I am going to talk about the merits and demerits of online classes. When we are saying the merits of online classes, the notes we are getting now is available in every time. Videos and the audios we are saved in our phones, so we can take it anytime when we need it. And when we are saying the demerits of online classes, sometimes we didn't get classes because of the poor connections. We are not very well developed with the networks, and sometimes we'll get little boring in our online classes because when we are in schools, we have friends with us, our teachers and our campus. But when we are in online classes, we are locked in our homes and we are communicating and studying through mobile phones. So naturally, we will get little boring. So I am saying that we want to give importance to the online classes. Our teachers, we are struggling for us to get on the track. And no countries we are promoting education in this pandemic, but India has more concern about their youth education. So I am winding my words by saying that in this coming era, we want to make use of online classes, and this must be the first step, and we want to make this part of life. So everyone, be safe at your homes. We want to overcome this. Thank you. Friends, it's me Hiba from 10th standard and I'm here to share something about online classes. അപ്പോൾ എന്താണ് നമ്മൾ ഒരു 100 days ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോവിഡ് പാൻഡമിക് കാരണം നമുക്ക് സ്കൂളിലേക്ക് പോകാൻ വയ്യ, പുറത്ത് പോകാൻ വയ്യ, ഗവൺമെന്റ് റൂൾസ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. അപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാ വെച്ചാൽ
ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനാണ്, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അത് നിങ്ങളെ മുന്നിൽ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി ഓൺലൈൻ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഒരു സ്റ്റോറി, ഒരു ഐസക് അസിമോവിന്റെ ദ ഫൺ ദേ ഹാഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ആ സ്റ്റോറിയിൽ 2 ക്യാരക്ടറാണ്, ഒരു റോബോട്ട് ടീച്ചറും ഒരു സ്റ്റുഡൻറ്, ഒരു മാഗിയാണ് സ്റ്റുഡൻറ്. അപ്പോൾ ഫ്യൂച്ചറിൽ വരുന്ന കാര്യമാണത്. എന്താണ്, അതൊരു 2150 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ സ്റ്റോറിയിൽ പറയണത് ഒരു റോബോട്ട് ടീച്ചറിന്റെ കീഴിൽ നിന്ന് ഈ കുട്ടി പഠിക്കണം. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഡയറി കിട്ടുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ട സ്കൂളിൽ പറ്റുള്ള കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കണം, ഡയറി വായിച്ചിട്ട്. അപ്പോൾ കുട്ടി വിഷ് ചെയ്യാണ് എന്താണ് ഓൺലൈൻ ക്ലാസ് അല്ലെ ഇന്നത്തെ സ്കൂളിലെ ക്ലാസ്സസ് പോലെ തനിക്ക് സ്കൂളിൽ പോകാനൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ കുട്ടി എന്താണ് വീട്ടിലിരുന്നുകൊണ്ട് അല്ലല്ല റോബോട്ട് ടീച്ചർ മുന്നിൽ നിന്ന് പഠിക്കണം. അപ്പോ എന്താണ് ഞാനൊക്കെ അപ്പോ ഫസ്റ്റിലെ സ്റ്റോറി വെച്ച് വിചാരിച്ച് അങ്ങനെയൊക്കെ ഒരു കാര്യം ഫ്യൂച്ചറിൽ ഉണ്ടാവുമോ, പോസിബിൾ ആവുമോ? പക്ഷെ എന്താ വെച്ചാൽ ഇന്ന് തന്നെ നമ്മൾ സ്കൂളൊന്നും പോവാണ്ട് വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോൺസിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്സ്, ടാബ്, TV അങ്ങനെ ഒരുപാട് സംഭവത്തിലൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് എവിടെയോ ഇരിക്കണം, നമ്മളെവിടെ ഇരിക്കണം, നമ്മൾ എന്ന് ക്ലാസ് കേൾക്കും. ഓൾറെഡി പറഞ്ഞു കോവിഡ് പാൻഡമിക് ആണ്, നമുക്ക് പുറത്ത് പോകണോ വീട്ടിലിരിക്കണം എല്ലാവരും. അപ്പോൾ ഗവൺമെന്റ് റൂൾസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന് വെച്ച് നമുക്ക് എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം എഡ്യൂക്കേഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. കാരണം എഡ്യൂക്കേഷൻ നമ്മുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നമ്മൾ സ്റ്റുഡൻസ് ആണ്. സോ ഗവൺമെന്റ് തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ലാബ് കുട്ടികളെ കൊണ്ട് ജോലി വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്താണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. സോ നമ്മൾ എന്താണ് എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ വെൻ യു സ്റ്റോപ്പ് സ്റ്റഡിങ് യു സ്റ്റാർട്ട് ഡേയിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ വേർഡ്സ് ആണ്. എന്താണ്, നിങ്ങൾ എപ്പോ വിദ്യാഭ്യാസം നടത്തുന്നു അപ്പൊ തൊട്ട് നിങ്ങൾ മരിച്ചു തുടങ്ങാണ്. അപ്പൊ എന്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകാൻ കഴിയില്ല, നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വീട്ടിലിരുന്നോണ്ട് നമ്മുടെ ടീച്ചേഴ്സ് അവരുടെ വീട്ടിലിരുന്നു, നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് അവരുടെ വീട്ടിൽ നമുക്ക് ക്ലാസ് എടുത്ത് തരാണ്. ഈ സമയം നമ്മൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് കേൾക്കുകയാണ്, വേറെ പരിപാടികളൊന്നും ചെയ്യരുത്. എന്താണ്, ഏതൊരു സാധനത്തിനും 2 സൈഡ് ഉണ്ടാവും. അഥവാ ഒരു കോയിന് 2 സൈഡ് ഉണ്ട്, ഒരു ഹെഡ് ഉണ്ടാവും, ഒരു ടൈൽ ഉണ്ടാവും. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിനും 2 സൈഡ് ഉണ്ട്. ഒരു ഗുഡ് എഫക്റ്റ് ഉണ്ട്, ഒരു ബാഡ് എഫക്റ്റ് ഉണ്ട്. ഗുഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്ലാസ്സസ് കേൾക്കുക, ടീച്ചേഴ്സ് ക്ലാസ്സസ് കേൾക്കുക. അത് നമ്മുടെ എഡ്യൂക്കേഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് ക്ലാസ് എടുത്തതിന് അഥവാ ഓൺലൈൻ പ്രോഗ്രാംസ്, അഥവാ നമ്മുടെ സ്കൂളിൽ ഹെൽഡ് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഓൺലൈനിലൂടെ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഗുഡ് ഐറ്റംസ്. ഇനി ബാഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ വീട്ടിലിരിക്കുമ്പോൾ ഒരുപാട് ബോറിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയാസിലേക്ക് കൂടുതൽ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് നോട്ട് എവ്രി വൺ എന്താണ് ടീച്ചേഴ്സിന്റെ ക്ലാസ് ചിലർ കേൾക്കില്ല, സോഷ്യൽ മീഡിയാസിലെ കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആവും. എന്താ പറയുക, വീഡിയോ ഗെയിംസ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ ഒരുപാട് ഇതിലേക്ക് അഡിക്റ്റഡ് ആവുമ്പോൾ എന്താ പറയുക, ടീച്ചേഴ്സിന്റെ ക്ലാസ് കട്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ് കേൾക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ കാരണം. കാരണം ടീച്ചേഴ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് കേൾക്കുക, ടീച്ചേഴ്സ് പറയുന്ന വർക്ക്സ് എല്ലാം ചെയ്യാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ ബാഡ് എഫക്റ്റ് പറയുന്നത് അത് നമ്മുടെ ഹെൽത്തിനാണ്. ഒരു പക്ഷേ ഇനി ഒരു ഫ്യൂച്ചർ സൊസൈറ്റിക്കും അത് പ്രശ്നമായിന്ന് വരാം. എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും എന്താ പറയാ, ഫോൺസ് റേഡിയേഷൻ തരണമെന്ന് പറയാം. അത് കണ്ണിന് മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും റേഡിയേഷൻ തരുന്നത്, അഥവാ കംപ്ലീറ്റ് ബോഡിക്ക് റേഡിയേഷൻ തരുന്നത് സയൻസ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഓവർ ടൈം മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിരിക്കുക, ക്ലാസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഫോൺസ് യൂസ് ചെയ്യുക, അല്ലാണ്ട് കംപ്ലീറ്റ് ഫോണിൽ നോക്കിയിരിക്കാണ്ടിരിക്കും. എന്താ പറയുക, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ക്ലാസ് കേൾക്കാൻ അല്ലെങ്കിൽ നോട്ട് വാങ്ങാനെന്ന് പറഞ്ഞിട്ട് അഥവാ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയാസിലേക്ക് ഇറങ്ങാണ്ട് ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് ക്ലാസ് മാത്രം കേൾക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്ലാസ് 1 or 2 hours ഉണ്ടാവും. സോ അത്ര ഏകദേശം നമ്മുടെ കണ്ണിന് കിട്ടുന്നുണ്ട്. പോലത്തെ നോട്ട്സ് ഫോൺ നോക്കിയിട്ടൊക്കെ എഴുതുക. അപ്പോൾ എന്താണ്, ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് കംപ്ലീറ്റ്ലി കേടുവരാണ്. അതുപോലെ ഇയർഫോൺസ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സൗണ്ടിൽ ഇടാതിരിക്കുക, കാരണം നമ്മുടെ ചെവിക്ക് കേട് വരും. അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് കൊണ്ടുള്ള ബാഡ് എഫക്റ്റ് എന്താണ്, നമ്മുടെ ഐസൈറ്റ് കുറയുക, അല്ലെങ്കിൽ ഇയേഴ്സിന് പ്രോബ്ലം വരിക, ഹെൽത്തിന് പ്രോബ്ലം വരിക. സോ കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സിന് ബാഡ് എഫക്ട്സ് ഒന്നല്ല, ഗുഡ് എഫക്ട്സ് ഉണ്ടല്ലോ. നമ്മൾ സ്റ്റഡിയാണ് മെയിൻലി ഓൺലൈൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും എന്താക്കുക, ടീച്ചേഴ്സ് പറഞ്ഞ് കേൾക്കുക, ഓർബട്ടെ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും കോവിഡ് പെട്ടെന്ന് മാറട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Hi friends, I hope you all guys are doing fine and having a great day and having a great week. So I'm Hannah. ഇപ്പോൾ എല്ലാവരും കൊറോണ കാരണം പുറത്തൊന്നും പോകാൻ പറ്റാണ്ട് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. മാത്രമല്ല അതുകൊണ്ട് തന്നെ സ്കൂൾസ് ഒന്നുമില്ല, എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നറിയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാണ്.
സോ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരിക്കലും സ്കൂൾ പോലെയല്ല. സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറോ ആ ഒരു ഫീൽ ഒരിക്കലും കിട്ടണില്ല. വീട്ടിലിങ്ങനെ ഇരിക്കുക, സാറ് ക്ലാസ് അയച്ചു തരും, അത് കേൾക്കുക, അത് കേട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ക്ലാസ്സിലാകുമ്പോൾ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരുടെയും കൂടെ ഇൻ്റർവെൽ ടൈംസ് ഉണ്ട്, ലഞ്ച് ടൈംസ് ഉണ്ട്. ഇൻ്റർവെൽ ടൈംസ് ആകുമ്പോൾ എല്ലാവരും പുറത്തൊന്ന് കറങ്ങി നടക്കും, പിന്നെ വീണ്ടും ക്ലാസ്സിൽ വന്നിരിക്കും. പിന്നെ ലഞ്ച് ടൈം ആകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കലും, അതൊക്കെ വേറെ ഫീലാണ്. ഇനിയിപ്പോൾ ക്ലാസ് എടുക്കണമെന്നെ ആവട്ടെ, സാർമാർ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റും അവരോട്. ഡയറക്റ്റായിട്ട് അവരെ കണ്ട് നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ ക്ലാസ് ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടക്കും ടീച്ചേഴ്സുമായിട്ട്. പക്ഷേ ഓൺലൈനിൽ അതൊന്നുമില്ല. പക്ഷേ ഓൺലൈനിൽ ഒരു ക്ലാസ്സുകൾ ഒരിക്കലും മോശമല്ല, നല്ല ക്ലാസ്സസ് തന്നെയാണ്, നല്ല മനസ്സിലാവണമൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ടീച്ചേഴ്സ് മെയിനായിട്ട് വാട്സപ്പിലാണ് ക്ലാസ് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു ഉപകാരം. അത് ആ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കേൾക്കാം. ഒരു വട്ടം കഴിഞ്ഞാണെങ്കിലും പക്ഷെ നമുക്ക് വീണ്ടും ഡൗട്ട്സ് വരുമ്പോൾ ആ വോയിസ് ഒന്നും കൂടി എടുത്ത് കേൾക്കാം. അങ്ങനെ ഒരു യൂസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇനിയിപ്പോൾ സാർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ യാതൊരു ഇൻട്രപ്ഷൻസോ ഒന്നും ഇല്ലാണ്ട് ക്ലാസ് പോകും. ഇനി സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ ക്ലാസ് ഇപ്പോഴും കറക്റ്റായിട്ട് പോകണമെന്നില്ല. പക്ഷേ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അങ്ങനെ യാതൊരു ഇൻട്രപ്ഷൻസ് ഇല്ലാതെ ക്ലാസ് പോകുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു മെറിറ്റാണ്. അപ്പോൾ ഒരിക്കലും ഓൺലൈൻ ക്ലാസ്സിന് കുറ്റം പറയാൻ പറ്റില്ല, വളരെ നല്ലതാണ് ഓൺലൈൻ ക്ലാസ്. ബട്ട് സ്റ്റിൽ എന്നാലും സാധാ ഒരു സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയറും ആ ഒരു ഫീലോ വൈബൊന്നും കിട്ടില്ല. അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്. സ്റ്റേ ഹോം. Hello everyone, I am Mohammad Shehin, studying in 9th standard. I am here to share a very few words about the online classes which is going on right now. We all know that due to the huge pandemic which is going on right now, coronavirus, which is increasing the patients and the deaths day by day. It was spreading day by day. So we are forced to stay inside our home and attend the classes in an online way. So the online type of classes are very different from the normal type of classes, because the online type of classes is attending in the home with a mobile phones in our fingertips without any other things. So first of all, it was a very big missing when compared to the normal type of classes, because we can't have much fun in the online type of classes, because we didn't have any classmates, we didn't meet each other, we didn't have to talk nothing, and it was a very big missing when the online classes is going on. So talking about the online classes have both advantages and disadvantages. While talking about the advantages of the online classes is that we cannot have any effort to attend the classes in an online way. So it was a good advantages. We can have the class in our fingertips without any other helps. Another advantage is that our classes and our documents all will be safe at our mobile phones. It is another advantage. While talking about the disadvantages of the online classes is that we can't have any face-to-face communication between the students and the teachers in the online classes, because we are at many different places. So it is a disadvantage. It can lead to understanding mistakes. So another disadvantages of the online classes is that when the online classes is having, we are isolating socially. We can't have any relationship with the social. So it is another disadvantage. Another disadvantage about the online classes is that it will cause overuse of mobile phones. It is a big
disadvantages of the online classes. So that's all about the online classes. I am concluding my words. Thank you. Have a nice Hi, day. my dear brothers and sisters. This is Hamna Shifa from 10th standard. Hope all of you are safe and happy in your home and all. So, how's your online class is going? Is it good? Okay, so let me gonna announce something interesting or surprising news for you, and it is nothing else. That is, it has become 100 days since we started our online class. Are you happy? Hope all of you are happy by this news. And on this special occasion, let me gonna share my experience of online classes. Like, how is it for me? Is it good or bad? Was I missing my school days like that? So I'm gonna share that with you. The first thing that I have to tell you, classrooms are better than this online class. When you heard this, you may thought that what matter like that. But even if you thought like that, I'm sure you too are missing your school days, your teachers, your friends and all. So this is the first thing that I'm missing my school days. But when I'm at school, I never have thought like this. Okay, this is another universal truth. And when I am at schools, I often pray to God, God, at least give me one off like that. So nowadays I'm really missing my school days, and there is a Malayalam proverb, you know that. Like that, I understood how precious our school days are. Now I understand that. This is how my emotions and all. It is my beyond my words. Okay. So the next thing is, as we all know, a coin has two sides, heads and tails. And in our life, it is positive side and negative side. And for our online class too, it have negative side and positive side. And in my view of point, I felt that negatives are more than this positive one. I don't know whether it is correct or not, but in my view of point, it is like that. The first thing is about concentration. When we are at classrooms, we may concentrate to our teacher or to our class about 90 or 85% like that. But when we are behind them or in front of the screens, we are not concentrating that much. We are just concentrating to our classes about 40 or 50%. Okay, so the student who was brilliant at the classrooms was not that much brilliant in the online classes. Why? It's just because they are thinking that teachers are not watching them, they will not code by them like that. This is why they are not concentrating that much, I think. This is how I am. This is my feeling, or this is my opinion. Okay. So the second one is about harmfulness of our health and all. So as I think that you know all about this harmfulness of overusage of our mobile phone, tabs, laptops and all. And try to reduce the use of your mobiles, your lap and tabs. Okay. So the third one is availability. Here the availability means availability of connection and all. Some of the students may have, some may not have. And this I think that most of the students are facing this problem these days. And these are my problems that I am facing. Okay. And there are two positive sides are two there. And first thing is that you can save your time, you can utilize more times, and but we are not utilizing that is another truth, but try to utilize it. Okay, my dears. So we know that school days are very important for us, and it will get more, it is very precious for us. And I'm just concluding, I'm not getting bored, making you bored. And thank you for all for giving me this opportunity. Dears, just remember that this coronavirus and others are just temporary. Your future is permanent. Study well and focus on your future, and just get into the track place and study well and make success in your future. I'm just concluding my words for giving me this opportunity. Thank you for all, and thank you for all. Have a good day and catch you later. Bye bye. Hi everyone, this is me Rida from 10th B. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വേൾഡിൽ, അതായത് നമ്മുടെ ലോകത്ത് ഇതുവരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അതായത് എല്ലാ കുട്ടികളും എന്താ പറയുക, സ്കൂളിലൊന്നും പോകാനാവാതെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ്.
അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് എന്ന് ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട്. പക്ഷെ എങ്ങനെയാണ് ഇത് ഉണ്ടാവാനെന്നോ അതിനെക്കുറിച്ചൊരു കറക്റ്റ് ഐഡിയ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഇല്ലായിരുന്നു. ബട്ട് നൗ ഐ എം ഫെമിലിയർ വിത്ത് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ എന്ത് കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. പിന്നെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് വരാനുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അറിയാം. ഈ ഒരു പാൻഡമിക്കാണ്, COVID-19 എന്ന് പറഞ്ഞ ഈ ഒരു പാൻഡമിക് കാരണമാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു COVID-19 കേട്ടപ്പോൾ, അല്ലെങ്കിൽ കൊറോണ എന്ന് കേട്ടപ്പോൾ ആദ്യം നമുക്കൊരു നിപ്പ വന്നല്ലോ, ഒരു വൈറസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വന്ന പോലെ തന്നെ ഇതും ഈ ഒരു കൊറോണയും പൊയ്ക്കോളും അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ 2020 എന്ന് പറഞ്ഞ ഈ ഒരു ഇയറിന് ഏകദേശം 8 മന്ത്സോളം കൊറോണ കൊണ്ടുപോയി. അപ്പോൾ ഈ ഒരു കൊറോണ കാരണം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ മൈൻഡിൽ വരിക ഒരു സ്റ്റോറിയാണ്. ഐസക് അസിമോവ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ എഴുതിയ ഒരു സ്റ്റോറി ഉണ്ട്, ദ ഫൺ ദേ ഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി. ഇതിലെന്താ പറയുന്നത് എന്ന് വെച്ചാൽ 2 കുട്ടികളെ കുറിച്ച്, എ ഗേൾ ആൻഡ് എ ബോയ്. ഈ ഒരു 2 പേരും നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 2020 അല്ലേ, 2020 എന്ന് പറഞ്ഞ ഈ ഒരു ഇയറിലാണ്. പക്ഷെ ഇവർ ഈ ഒരു 2020-നെക്കാളും കുറേ അധികം വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിലാണ് ഇവർ 2 പേരും ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവരൊരു 2355 ആ ഒരു ഏജിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഫുള്ള് ടെക്നോളജി ബേസ്ഡ് കാര്യങ്ങളാണ്, ഫുള്ള് ടെക്നിക്കലി ഡെവലപ്ഡ് ആണ് അവർ. നമ്മളും ടെക്നോളജി യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മളെക്കാട്ടിലും കൂടുതൽ ഇവർ ഫുള്ള് ടെക്നോളജീനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊരു ബുക്ക് കിട്ടണം ഒരു ദിവസം. ഇവരെന്ന് പറഞ്ഞാൽ ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഒരു ബുക്ക് എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഒരു ബുക്ക് എന്ന് പറയുന്ന സാധനം കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയം വരികയാണ്. അപ്പോൾ ഇവരെന്നിട്ട് അതിലിങ്ങനെ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂൾസിനെ കുറിച്ചിട്ടും ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഇവർക്ക് ടീച്ചേഴ്സ്, നമുക്കൊക്കെ ഹ്യൂമൻ ടീച്ചേഴ്സ് അല്ലേ, നമ്മുടെ ടീച്ചേഴ്സൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷേ ഇവർക്ക് ടീച്ചർ എന്താണെന്ന് അറിയില്ല, ഹ്യൂമൻ ടീച്ചേഴ്സ് എന്താണെന്ന് അറിയില്ല, അതുപോലെ സ്കൂൾസ് എന്താണെന്ന് അറിയില്ല. ഇവർക്ക് ഒരു റോബോട്ടിക് ടീച്ചറാണ്. അപ്പോൾ ഇവരുടെ കേസായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഇവർ വീട്ടിൽ ഒരു സ്പെഷ്യൽ റൂമിൽ ഈ ഒരു ടൈമായാലും റോബോട്ടിക് ടീച്ചറിന് മുന്നിൽ ഇവർ പോയിരിക്കും. അങ്ങനെയാണ് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ടീച്ചർ വേറെ ഹ്യൂമൻ ടീച്ചറൊന്നുമില്ല, സ്കൂൾസും ഇല്ല. അപ്പോൾ നമുക്കും ഇപ്പോൾ ഏകദേശം ആ ഒരു അവസ്ഥയാണ്. നമ്മൾ ക്ലാസ് തുടങ്ങാറായാൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് അതിൻ്റെ മുന്നിൽ പോയിരിക്കുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. പിന്നെ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ആസ് എ കോയിൻ ഹാവ് 2 sides. ഓൺലൈൻ ക്ലാസ്സിനും അതിൻ്റെതായ പോസിറ്റീവ്സും അതിനേക്കാളും കൂടുതൽ കുറേ നെഗറ്റീവ്സാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം പോസിറ്റീവ് കാര്യങ്ങൾ ഓൺലൈൻ ക്ലാസ്സിനുണ്ട്. അപ്പോൾ അതായത് നമുക്ക് യൂഷ്വലി 8 പീരീഡ്സ് ആയിരുന്നു സ്കൂളിൽ പോയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 2 hours ഉള്ളൂ. അങ്ങനെ സ്റ്റുഡൻസിന് നോക്കുമ്പോൾ അതൊരു ഒരു പോസിറ്റീവ് സൈഡിൽ നോക്കുമ്പോൾ ഒരു കാര്യം തന്നെയാണ്. പിന്നെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ട, ഹോംവർക്ക് എഴുതിക്കണമെങ്കിലും അങ്ങനെ ഹോംവർക്കിനെ കുറിച്ച് അതിനൊന്നും അത്ര വലിയ സ്പെഷ്യലൈസേഷൻ അങ്ങനെ ടെൻഷൻ എടുക്കൊന്നും വേണ്ട. പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കണ്ട, അടി കിട്ടൂല, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇത്രയൊക്കെ പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി #, എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സസ് വേഴ്സസ് ക്ലാസ് റൂംസ് എന്നാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂംസിൽ നടക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഓൺലൈൻ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുക, അങ്ങനെയാണ് ഇതുള്ളത്. അപ്പോൾ ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വായിച്ചു. അതായത് ഒരാൾ എഴുതിയതാണ്. അയാൾ എന്താണെന്ന് വെച്ചാൽ അയാൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്: ഞാൻ ക്ലാസ് റൂംസിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോയിരുന്ന ടൈമിൽ എനിക്കൊരു പെന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കട വാങ്ങുമായിരുന്നു. അങ്ങനെയാണ് പെന്ന് ഉണ്ടായിരുന്നത്, ആ ഒരു കേസ്. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് പെന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വേറെ പെന്ന് തന്നെ എടുക്കണം. അപ്പം അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അയാൾ മീൻസ് ഒരു സ്റ്റുഡൻ്റ് ആവും. ഇയാൾ നമ്മളെ
എന്താ പറയുക, ഒന്ന് ചിരിപ്പിച്ചെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള ഒരു കാര്യം ഇട്ട് തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അയാളെ സ്കൂൾ ലൈഫ് അത്രക്കും മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കുറേ അധികം പോസ്റ്റ് ട്രെൻഡിങ് ആണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ശരിക്കും എന്താ അതിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾസും നമ്മുടെ ക്ലാസ് റൂംസും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കത് നല്ലോണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മിസ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ സ്കൂൾസിന് തന്നെയാണ് എന്തായാലും ആൻസർ കിട്ടുക. അപ്പോൾ നമുക്കെന്താ ഈ ഒരു കോവിഡ് കാരണം അല്ലെങ്കിൽ ഈ ഒരു സംഭവം കാരണം നമുക്ക് നമ്മുടെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ക്ലാസ് റൂംസിൽ പോയി ഇരിക്കാൻ പറ്റുന്നില്ല, ടീച്ചേഴ്സിനെ കാണാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കര വലിയ ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ. പിന്നെ പറയുകയാണെങ്കിൽ കുറേ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്. അതിപ്പോൾ എനിക്കും എല്ലാവർക്കും ഉണ്ടാകും ഈ ഒരു ഇഷ്യൂ. എന്താണെന്ന് വെച്ചാൽ റേഞ്ച് ഉണ്ടാവില്ല. അതിനിപ്പോൾ എത്ര വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോണാണെങ്കിലും റേഞ്ച് ഇല്ലെങ്കിൽ ഒക്കെ പോകും അല്ലേ. ഇനിയിപ്പോൾ എത്ര മെച്ചേർഡാണ്, നമ്മൾ എത്രമാത്രം മെച്ചേർഡാണെന്ന് പറഞ്ഞാലും ഒരു എക്സാം ഒക്കെ എഴുതാതെ അല്ലെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടെങ്കിലും ടെൻഷൻ അടിച്ചു പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പം അങ്ങനെ ഒരു റേഞ്ചിൻ്റെ പ്രശ്നം അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവലുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറെ കൂടുതലായിട്ടും റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് കാര്യം നോക്കുകയാണെങ്കിൽ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഫോണിന് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക കംപ്ലൈൻറ്റ് വെക്കുക, അതായത് ഫോൺ എങ്ങനെയെങ്കിലുമൊക്കെ കേടുവരും. അതിനിപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഫുൾ ടൈം ഫോൺ വേണം. പിന്നിപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് കൂടി ഉണ്ടായപ്പോൾ എന്താണ് ഫോണിന് യൂസേജ് കൂടി. അപ്പോൾ പിന്നെ ഫോണിന് എന്താ കൂടുതൽ ടൈം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഫോൺ ഹാങ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട് വരും, എന്തെങ്കിലുമൊക്കെ കേട് പറ്റും. അപ്പോൾ അങ്ങനെ എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 2 പ്രാവശ്യം ഫോൺ അങ്ങനെ പണി തന്നിട്ടുണ്ട്. അങ്ങനെ അമ്മാൻ്റെ അടുത്ത് നിന്ന് കുറേ ചീത്തൊക്കെ കേട്ടു. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ കുറേ അധികം എന്താ പറയുക നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും നമ്മളെ ഫ്യൂച്ചർ സേഫാക്കാൻ വേണ്ടി നമ്മൾക്ക് എന്താ പറയുക ക്ലാസ് എടുത്ത് തരുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ടീച്ചേഴ്സ് അല്ലേ. നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെക്കാളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. അവരുടെ സൗകര്യങ്ങളൊന്നും നമുക്കറിയില്ല. അവർക്ക് നമ്മളെക്കാളിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവർക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ സ്റ്റിൽ ദേ ആർ ടീച്ചിങ് അസ് അല്ലേ. അപ്പോൾ അതിന് ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു മൈ ടീച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ മാറി നമുക്ക് നമ്മുടെ പഴയ സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടുന്നു, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ജോലിയായിട്ട് ക്ലാസ് റൂംസിലൊക്കെ ഇരിക്കാൻ പറ്റുന്നു പ്രതീക്ഷിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. Hello everyone, I'm Niha from 9th standard. As a students, we are not that much really happy nowadays. Yes, obviously, we all are missing our schools a lot in the circumstance of coronavirus. However, we all are going through our online classes. It is not that much really interesting like our classrooms, but we have to. The reason behind why I'm here is our academic year, our online academic year is going to reach its 100 days. A very good and a very risky job of our teachers is going very successfully. We know that especially it's a really up-to-date way of teaching for them and as well as studying for us. By this 100 days, I'm sure that we does not have any such funny or good experience to share or to recall at this moment. By saying missing school is missing friends, favorite periods and all we had before. And behind all this, the motive is just we have to study. And we can really use this moments to praise our teachers for taking a very risky and daring job to make us only comfortable. Definitely we can pray to get it all back very soon, and then we can have a lunch together, and then we can have a play together, and then we can have a studies by sitting together. For all this, we all are very responsible for the government instructions to keep up. And then again, I hope all are safe, and that's it. Thank you.